വടകര എം പി ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയ ഇ.പി. ജയരാജന്റെ വാക്കുകൾ ആരും അറിഞ്ഞിട്ടില്ല. പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ മൂക്കിന് പരിക്കേറ്റ് ഷാഫി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനായി കഴിയുമ്പോഴാണ് പേരാമ്പ്രയിൽ ഇ.പി. ജയരാജൻ എത്തിയത്. CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ഇ.പി. ജയരാജൻ സംസാരിച്ചതും ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയതും. ജയരാജന്റെ ചില പരാമർശങ്ങൾ അതിക്രമത്തിന് തങ്ങൾക്ക് മടിയില്ല എന്ന ധ്വനിയാണ് നൽകുന്നത്. ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന്റെ പാല മാത്രമാണ് ഇപ്പോൾ തകർന്നത്. ഇനിയും നോക്കി നടന്നില്ലെങ്കിൽ കൂടുതൽ പരിക്കുണ്ടാകുമെന്നും ഇ.പി. ജയരാജൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഇ.പി. മുന്നറിയിപ്പ് നൽകിയ അതേ വേദിയിൽ വീണ്ടും ഷാഫി പറമ്പിലെത്തി. ഇക്കുറി കയ്യിൽ ഇ.പി. ജയരാജനുള്ള മറുപടിയും ഉണ്ടായിരുന്നു. ഇത്തരം ഉമ്മാക്കികൾ കണ്ട് പേടിക്കില്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. തിരിച്ചടിക്കുമെന്ന് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. CPMന്റെ നിലവാരത്തിലേക്ക് താഴാൻ മനസ്സില്ല. എന്നാലും ഒന്ന് പറയാം, വിരട്ടലൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് പിന്മാറുമെന്ന് കരുതേണ്ട കാര്യമില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വെറും ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ലെന്ന മുന്നറിയിപ്പും ഷാഫി പറമ്പിൽ നൽകുന്നുണ്ട്. എന്തായാലും മൂക്കിന്റെ പാലം അടിച്ചൊടിച്ചെങ്കിലും അതുകൊണ്ട് ഒന്നും വടകരയിൽ നിന്നും ഷാഫി പിന്തിരിഞ്ഞ് ഓടില്ലെന്ന് CPM ഇപ്പോൾ മനസ്സിലാക്കി കാണും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകര പിടിക്കാൻ കൂടിയാണ് CPM ഷാഫിയെ ആക്രമിച്ചത്. എന്നാൽ തിരിച്ചെത്തിയ വടകര MP കൂടുതൽ കരുത്തനായിട്ട് തന്നെയാണ് അവതരിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ അടക്കം വെല്ലുവിളിച്ച ഷാഫിക്ക് ഇനി മുന്നും പിന്നും നോക്കാനില്ല എന്നതാണ് സത്യം. ആ സത്യം CPMന്റെ ഉറക്കം കളയുന്നുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതിന് തെളിവാണ് ഷാഫി ആശുപത്രിയിലായതിന് പിന്നാലെ ഇ.പി. ജയരാജൻ നടത്തിയ പ്രസംഗം. അതും കേട്ട് ഷാഫി തിരിച്ചോടുമെന്നായിരിക്കും ഇ.പി. കരുതിയത്. എന്നാൽ തിരിച്ചെത്തിയ ഷാഫി ആദ്യം തിരിച്ചടി നൽകിയതും അതേ ഇ.പിക്ക് തന്നെയാണ്. ഇനി തന്നെ തൊട്ടാൽ വിവരം അറിയും എന്ന സൂചന നൽകി ഷാഫി വീണ്ടും വടകരയിൽ കളം നിറയുകയാണ്. ഷാഫിയുടെ കിടിലൻ പ്രസംഗത്തിന്റെ വീഡിയോ കണ്ടു നോക്കാം. പോലീസുമായി ഞങ്ങൾ ചേർന്നുണ്ടാക്കിയ സംഘർഷത്തിന് മറുപടി പറയാൻ വരുന്നത് ജയരാജൻ വന്നിട്ട് പറയുന്നു, ഇപ്പൊ മൂക്കിന്റെ പാലേ പൊട്ടിയിട്ടുള്ളൂ, ഇനിയും ഇങ്ങനെ കളിച്ചാൽ കയ്യൂക്കുള്ള സഖാക്കൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം എന്താ? ഒരു സമരരംഗത്ത് പോലീസുമായിട്ടുണ്ടായ ഒരു സംഘർഷത്തിന്റെ പുറത്തേൽക്കുന്ന പരിക്ക്, ആ പരിക്കേൽപ്പ് ഉണ്ടായിട്ടുള്ള ഇനി മുന്നോട്ട് പോയാൽ കയ്യൂക്കുള്ള സഖാക്കൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ എന്ന് ജയരാജൻ പ്രസംഗിക്കുമ്പോ ഒരു സഖാവിനെ സംബന്ധിച്ചിട്ട് അയാളുടെ എസ്റ്റിമേറ്റ് എന്താ? ആ ഗുണ്ട പണിയെടുക്കുന്നവൻ മാത്രമാണ് തന്റെ പാർട്ടിയിലുള്ളവരെന്ന് ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ സ്നേഹത്തോടെ, എനിക്ക് വെല്ലുവിളികൾ ശീലമില്ല, ഞാനത് പഠിച്ചിട്ടില്ല, എന്നാരും പഠിപ്പിച്ചിട്ടുമില്ല, സ്നേഹത്തോടെ തന്നെ പറയുന്നു, അത്തരം ഉമ്മാക്കി കണ്ടൊന്നും ഭയക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ തന്നെ CPMഉം ഞങ്ങളും തമ്മിൽ ആ ദിവസം ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾ CPMുമായിട്ടാണ് ഒന്നും തള്ളുണ്ടാവുന്നത്. CPM ആണ് ഞങ്ങളെ മർദ്ദിക്കുന്നത്. ഞങ്ങൾ CPMനെ തിരിച്ചു മർദ്ദിച്ചോ? ഞാൻ അവിടെ ചെന്ന ശേഷം ഒരു സംഘർഷം ഉണ്ടായോ? എനിക്ക് പരിക്കേറ്റ ശേഷം പോലും ഒരു പോലീസുകാരൻ അയാളുടെ കയ്യിൽ കിടന്ന് പൊട്ടി പരിക്കേറ്റ ഗ്രനേഡ് അല്ലാതെ അവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസുകാരന് പരിക്കേറ്റോ? അവിടുത്തെ ആ പ്രശ്നം അത്രയും വലിയ ആൾക്കൂട്ടത്തെ ഒരു പ്രശ്നമില്ലാതെ പിരിച്ചുവിട്ടിട്ടാ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു കള്ളക്കേസ് എടുക്കുക, 13-ാം തീയതി ഒരു ബോംബിന്റെ കേസ്. ഞാൻ CPMന്റെ സഹപ്രവർത്തകരോട് ഈ ഒരൊറ്റ വാചകം നിങ്ങളൊന്ന് വായിക്കാൻ തയ്യാറാവണം.